രണ്ടാഴ്ചന്റെ മേലെയായി റിയാദുസ് സാലിഹീൻ ക്ലാസ് നിന്നിട്ട് ഇന്നിപ്പോ കുറച്ച് ഒഴിവിട്ടപ്പം കാര്യതാണ്. അപ്പോ റിയാദുസ് സാലിഹീനിലെ 6-ാമത്തെ അധ്യായം ബാബു തഖ്വ. ബാബു തഖ്വയാണ് നമുക്കിനെ തുടങ്ങേണ്ടത്. റിയാദുസ് സാലിഹീൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ഉണ്ടാവൂലേ? ബാബു തഖ്വ. ദാരിമി ഉസ്താദ് നിസ്കാരത്തിന്റെ ടൈമല്ലേ? പോയില്ലേ? എന്തായി തഖ്വ ആകുന്നുള്ളൂ അല്ലെ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതൊരു മലയാളമായി ഉപയോഗിക്കുന്ന ആ രീതിയിൽ അതിന് പ്രചാരം നേടിയിട്ടുണ്ട്. തഖ്വ നമുക്ക് കിസ്സ അറിയില്ല. കിസ്സ അറിയാത്തോണ്ട് കിസ്സ പറയാറില്ല. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അസ്ൽ പദം വഖ്വ അല്ലെങ്കിൽ വിഖ്വ എന്നാണ്. വിഖ്വ വാവിന് കസ്റുൻ. അതായത് വിഖായത്തിൽ നിന്ന് വന്നതാണ്. സൂക്ഷിക്കുക, സംരക്ഷണം, സൂക്ഷിക്കുക. അതിന്റെ ശരിയായ അർത്ഥം വിഖായത്ത്. വിഖായത്ത് എന്ന് പറഞ്ഞാൽ മായസ്തുറു റഅ്സ, തലയെ മറക്കുന്നത് എന്ന അർത്ഥം വരും. അഥവാ നാം പേടിക്കുന്ന, ഭയപ്പെടുന്ന വിഷയങ്ങളെ തൊട്ട് തന്നെ സംരക്ഷിക്കുക. ആ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു സാധനം ഉണ്ടാക്കി വെക്കുക. പരിചയം വേണേ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഇതിനാണ് വിഖായത്ത് അല്ലെങ്കിൽ വിഖ്വ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു അടിമ, ആ അടിമന്റെയും അടിമ ഭയപ്പെടുന്ന വിഷയങ്ങളുടെയും ഇടയിൽ ഒരു സംരക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അടിമന്റെ യജമാനനാകുന്ന സയ്യിദ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യജമാനനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച കാര്യങ്ങൾ അതിന് കീഴ്പ്പെട്ടുകൊണ്ട് ശിരസാവഹിച്ചുകൊണ്ട് നീങ്ങുകയും അവൻ എന്തെല്ലാം കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളും ചെയ്യുക, എല്ലാ വിരോധിക്കപ്പെട്ട കാര്യങ്ങളും അവന്റെ താക്കത്തനുസരിച്ച് ചെയ്യുക, വിരോധിക്കപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരാൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ വളരെ പ്രശംസിച്ച മുത്തഖീകൾ മദ്ഹ് പറഞ്ഞുകൊണ്ട്
പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അങ്ങനെ വഇൻ തസ്ബിറു വ തത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അത് മുത്തഖീകളെ അല്ലാഹു തആല മദ്ഹ് ചെയ്തതാണ്. അല്ലാഹു തആല മദ്ഹ് ചെയ്തതാണ്, പ്രശംസിച്ചതാണ്. അവരുടെ കൂട്ടത്തിൽ ആര് പെടും? ഈ തഖ്വയുള്ള ആള് പെടുന്നതാണ്. മദ്ഹ് ചെയ്തുകൊണ്ട് മാത്രമല്ല അല്ലാഹു തആല പ്രശംസിച്ചത്, പിന്നെയോ ഈ തഖ്വ ചെയ്താൽ, ഈ രീതിയിൽ നടന്നാൽ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുകയും അവൻ നിരോധിച്ച കാര്യങ്ങൾ അവൻ ഒഴിവാക്കുകയും, എങ്ങനെ? ഹസ്ബത്ത് താഖത്തി, കഴിവിന്റെ പരമാവധി, വഅലൈക്കും അസ്സലാം, കഴിവിന്റെ പരമാവധി താഖത്തനുസരിച്ച് അവൻ ചെയ്യുകയും ചെയ്താൽ ആ തഖ്വ കൊണ്ട് അവനിക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? ഒന്ന്, അല്ലാഹു തആല അവനെ പ്രശംസിക്കും. ബാനർ അവിടെ നിന്നോട്ടെ, ബാനർ കൊണ്ട് കുടിക്കാലോ. അല്ലാഹു തആല പ്രശംസിക്കും. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ തഖ്വയുള്ളവർക്ക് വേറൊന്ന് നൽകും. എന്ത്? അഅദാഇകളെ തൊട്ട് ഹിഫ്ള് ലഭിക്കും. ശത്രുക്കളെ തൊട്ട് സംരക്ഷണം ലഭിക്കണമെങ്കിൽ തഖ്വ വേണം. അല്ലാ അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ, വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുർറുകും കൈദുഹും ശൈആ. വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ, വതത്തഖൂ, തഖ്വ ചെയ്യുകയാണ് എങ്കിൽ, ലാ യദുർറുഹും കൈദുഹും ശൈആ, അവരുടെ ചതിപ്രയോഗങ്ങളൊന്നും തന്നെ ലാ യദുർറുക്കും, നിങ്ങളെ അത് ഇടങ്ങേറാക്കൂല. അപ്പൊ ശത്രുക്കൾ എന്തെല്ലാം ചതിപ്രയോഗങ്ങൾ നടത്തുന്നുണ്ടോ ആ നടത്തുന്ന ചതിപ്രയോഗങ്ങളിലൊക്കെ സംരക്ഷണം ലഭിക്കാൻ തഖ്വ ആവശ്യമാണ്. വിശാലമാണ് വിഷയം. ഏതെല്ലാം രീതിയിൽ ശത്രുക്കൾ വന്നാൽ, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്നവരാണല്ലോ. ഏതെല്ലാം രീതിയിലാണ് ശത്രുക്കൾ വരുന്നത്? നമ്മളെ ഡ്രസ്സിട്ട് കൊണ്ട് വരുന്നവരുണ്ട്, തലയെക്കെട്ട് കെട്ടി വരുന്നവരുണ്ട്, വേണ്ടൻ ഷർട്ടിട്ട് വരുന്നവരുണ്ട്, പിന്നെ മീഡിയ വഴി വരുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിൽ വരുന്നവരുണ്ട്. ഇന്ന ഭാഗത്തിലൂടെ ആ ശത്രുക്കൾ കയറി വരികയെന്ന് പറയാൻ കഴിയില്ല. അപ്പോ അതിനെ തടഞ്ഞു നിർത്തൽ അസാധ്യമാണ്. പല രീതിയിലൂടെയും പല വഴിയിലൂടെയും ശത്രുക്കളെ കയറി വരും. അപ്പൊ അതിനൊരാൾക്ക് പ്രൊട്ടക്ട് ചെയ്യുക എന്നത് അസാധ്യമാണ്. അതിനുള്ള ഏറ്റവും നല്ല ഒരു പോംവഴിയാണ് തഖ്വ എന്നത്. തഖ്വയുണ്ട് എങ്കിൽ ഏത് രീതിയിൽ വരുന്ന ശത്രുതയെയും, ഏത് കോലത്തിൽ വരുന്ന ശത്രുതയെയും, ഏത് ഭാഗത്തു നിന്ന് വരുന്ന ശത്രുതയെയും തടുക്കാൻ കഴിയും. അത് അല്ലാഹു തആല പറഞ്ഞത്, വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുർറുകും കൈദുഹും ശൈആ. മറ്റൊരു ഗുണം എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? തഖ്വ ചെയ്താലുള്ള ഗുണം അല്ലാഹുവിന്റെ സഹായം ലഭിക്കും. അല്ലാഹുവിന്റെ സഹായം ലഭിക്കും, അല്ലാഹുവിന്റെ മഅവിയത്ത് ലഭിക്കും, സഹായം ലഭിക്കും. എങ്ങനെ? ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല മഅല്ലദീന തഖൗ, തഖ്വ ചെയ്യുന്നവരുടെ കൂടെയാണ്, വല്ലദീന, മറ്റൊരു വിഭാഗത്തിന്റെയും കൂടെ, ഹും മുഹ്സിനൂൻ, അവർ ഇഹ്സാൻ ചെയ്യുന്നവരാണ്. വഅലൈക്കും അസ്സലാം. അവർ ഇഹ്സാൻ ചെയ്യുന്നവരാണ്, ഇഖ്ലാസോടെ അമൽ ചെയ്യുന്നവരാണ്, അവരുടെ കൂടെയാണ് അല്ലാഹു തആല. എന്തിനാണ് തഖ്വ ചെയ്യാൻ പഠിക്കുന്നത്? പിന്നെയോ ഒരുപാട് പ്രയാസകരമായ കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഹലാലായത് ലഭിക്കാൻ
ഈ തഖ്വ അവനെ സഹായിക്കും. വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ തഖ്വ ചെയ്താൽ അവന് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിജയം ലഭിക്കും, മോചനം ലഭിക്കും. വിചാരിക്കാത്ത ഭാഗത്തിൽ കൂടി അവനക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്നതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ ആയത്ത് ഇത് വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന ആയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി. എന്നിട്ട് പറഞ്ഞു, യാ അബൂദർ, ഓ അബൂദർ റളിയല്ലാഹു തആല അൻഹുവേ, ലൗ അന്നന്നാസ കുല്ലഹും അഖദൂ ബിഹാ ലകഫതുഹും, ജനങ്ങളെല്ലാവരും ഇതുകൊണ്ട് അമൽ ചെയ്യുകയാണെങ്കിൽ, ഇതുകൊണ്ട് മുറുകെ പിടിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇത് മതിയാവുന്നതാണ്. ഈ ആയത്തിൽ ഞാൻ ആവർത്തിക്കുന്നത് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആലിമീങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന ആയത്താണിത്. പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾ അവരെപ്പോഴും പാരായണം ചെയ്യുന്നത്, രാവിലെയും വൈകുന്നേരവുമൊക്കെ ഈ ആയത്ത് പാരായണം ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ആലിമീങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത് കാണാം. ഇവിടെ മർക്കസിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ടല്ലോ, സൈനുലാബിദിൻ, സയ്യിദ് സൈനുലാബിദിൻ തങ്ങൾ, വാപ്പയ്ക്ക് തങ്ങളുടെ മകൻ, മഹാനവറുകൾ ഒരു ദിവസം ഒരാൾക്ക് എഴുതി കൊടുക്കുന്ന ഞാൻ കണ്ടു. വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന ഈ ആയത്ത് എഴുതി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു വന്നാണ്. അപ്പൊ ഈ ആയത്ത് അങ്ങനെ ഓതുന്നതല്ല, നല്ലതാണ്. അതാണ് അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്ത് ഈ ആയത്ത് വലൈക്കും സലാം, ഈ ആയത്ത് ഇങ്ങനെ പതിവാക്കിയാൽ മതി. അതേപോലെ ചെയ്യുന്ന അമലുകൾ നന്നാകാനും ദോഷങ്ങൾ പൊറുക്കപ്പെടാനും തഖ്വയുണ്ടെങ്കിൽ അത് ചെയ്യുന്ന അമലുകളൊക്കെ നന്നാവും, ദോഷങ്ങൾ പൊറുക്കപ്പെടും. അതായത് ആയത്ത് നമ്മുടെ ഖതീബ് ഓതുന്ന ആയത്തുണ്ടല്ലോ, ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും മൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അല്ലേ, അങ്ങനെയല്ലേ ആയത്ത്? തഖ്വ ചെയ്യുക, നല്ല വാക്കുകൾ പറയുക, എന്നാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാകും, നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അപ്പൊ എന്തെല്ലാം ഗുണങ്ങളാണ് തഖ്വ ചെയ്താലുള്ളത്? റഹ്മത്തിന്റെയും നൂറിന്റെയും ഒരു കൊട്ട തന്നെ ലഭിക്കുന്ന, അല്ലെ? ഇത്തഖുല്ലാഹ വആമനൂ വആമിനൂ ബിറസൂലിഹി യുഅ്തികും കിഫ്ലൈനി മിൻ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി. സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിലും തഖ്വ വേണം. നാം ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ തഖ്വ വേണം. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു തആല സ്വീകരിക്കുന്നത്, എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുന്നത് മിനൽ മുത്തഖീന, മുത്തഖീങ്ങളിൽ നിന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ നമ്മുടെ തഖ്വയുള്ളതിനനുസരിച്ചാണ് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുക. അല്ലാഹു തആല സ്വീകരിച്ചാലാണ് അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുക. നമ്മുടെ ജീവിതത്തിലൊക്കെ റഹ്മത്തും ബറക്കത്തൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ തഖ്വ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളായിരിക്കണം. ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് തഖ്വ വേണം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഈ തഖ്വ എന്നതുകൊണ്ട് ഒരുപാട് 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 വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആദരവ് പിടിച്ചു പറ്റാൻ, അലൈക്കും അസ്സലാം, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആദരവ് പിടിച്ചു പറ്റാൻ, നമുക്ക് ഇസ്സത്ത് ലഭിക്കാൻ,
അവിടെയും തഖ്വ ആവശ്യമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ ഇസ്സത്ത് ലഭിക്കുന്നത് ആർക്കാണ്? ആദരവ് ലഭിക്കുന്നത് ആർക്കാണ്? അത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ ആദരവ് ലഭിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? തഖ്വയുള്ളവർ, അവർക്കാണ്. അതേപോലെ നരകമോചനം ലഭിക്കുന്നതാണ്. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ. അതോ നരകത്തിൽ നിന്ന് തഖ്വയുള്ള ആളുകളെ നരകത്തിനെ തൊട്ട് നമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ്. അതേപോലെ സ്വർഗത്തിൽ ശാശ്വതന്മാരായി അല്ലാഹു തആല നിയമിക്കണമെങ്കിൽ അവിടെയും തഖ്വ വേണം. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ട സ്വർഗം. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ സമാവാതു വൽ അർള് ഉഇദ്ദത്തിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് തഖ്വയുള്ളവർക്ക് തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗം. ചുരുക്കത്തിൽ തഖ്വയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഇമാം നവവി തങ്ങൾ തഖ്വ എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ മഹബ്ബത്ത്, അല്ലാഹുവിന്റെ സഹായം ഇത് ലഭിക്കണമെങ്കിൽ, പേടിയും മുഷിപ്പും എല്ലാം നീങ്ങിപ്പോകണമെങ്കിൽ, ദുനിയവിയും ഉഖ്റവിയുമായ സന്തോഷം ലഭിക്കണമെങ്കിൽ എല്ലാം തഖ്വ ആവശ്യമാണ്. അല്ലാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കണം, അല്ലാഹുവിന്റെ സഹായം ലഭിക്കണം, പേടി ഇല്ലാതിരിക്കണം, വിഷമങ്ങളില്ലാതിരിക്കണം, ദുനിയവിയും ഉഖ്റവിയുമായ സന്തോഷം ലഭിക്കണം, വലിയ വിജയം ലഭിക്കണം. ഇതിനൊക്കെ ആവശ്യമായ കാര്യമാണ് എന്ത്? തഖ്വ എന്നുള്ളത്. അല്ലേ? അല്ലാഹു യുഹിബ്ബുൽ മുത്തഖീന, അല്ലെങ്കിൽ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ദുനിയവിയും ഉഖ്റവിയുമായ സന്തോഷം അത് ആർക്കുള്ളതാണ്? തഖ്വയുള്ളവർക്കാണ്. ലഹുമുൽ ബുശ്റാ, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ് ذلك هو الفوز العظيم. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് എല്ലാവിധ രക്ഷയും ലഭിക്കണമെങ്കിൽ, എല്ലാവിധ സഹായം ലഭിക്കണമെങ്കിൽ, ഹിഫ്ള് ലഭിക്കണമെങ്കിൽ, സന്തോഷം ലഭിക്കണമെങ്കിൽ ഒക്കെ ആവശ്യമാണ് തഖ്വ എന്നുള്ളത്. ആ തഖ്വ എന്ന് ഞാനും എന്റെ ശബ്ദം കേൾക്കുന്ന ആൾക്കാരും വായ കൊണ്ട് പറയുക എന്നല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ അതില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വന്തം നെഞ്ചിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന. മൂന്ന് പ്രാവശ്യം പറഞ്ഞു. മൂന്ന് പ്രാവശ്യം പറഞ്ഞു തഖ്വ എവിടെയാണ്? നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. നിങ്ങളെ കാട്ടിക്കൂട്ടലാത്തുകൾ അതൊന്നുമല്ല തഖ്വ. തഖ്വ ഉണ്ടാവേണ്ടത് എവിടെ നിന്നാണ്? അവന്റെ മനസ്സിൽ നിന്നാണ് തഖ്വ വരേണ്ടത്. താക്കത്തിനനുസരിച്ച്, മറ്റൊരാത്തിൽ വത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങളുടെ താക്കത്തിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ തഖ്വ ചെയ്യുക. അപ്പൊ ഹഖ്ക തുഖാതിഹി എന്ന് പറഞ്ഞതിൽ ആ വിശദീകരണമാണ്. തഖ്വ ചെയ്യണമെന്ന ഹഖനുസരിച്ച് എന്ന് പറഞ്ഞാൽ മസ്തതഅതും. അങ്ങനെ ഇമാം നവവി തങ്ങൾ പറഞ്ഞത്. ഇത് വഹാദിഹിൽ ആയത്തു, ഈ ഫത്തഖുല്ലാഹ മസ്തതഅതും എന്നത് മുബയ്യനത്തുൽ ലിൽ മുറാദി മിനൽ ഊല. ഒന്നാമത് പറഞ്ഞില്ലേ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന് പറഞ്ഞില്ലേ, ആ ആയത്തിന്റെ ഉദ്ദേശം വിശദീകരിക്കുന്നതാണ് ഈ ഫത്തഖുല്ലാഹ മസ്തതഅതും എന്നത്. إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم.
ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാനാ, സത്യാസത്യങ്ങൾ തമ്മിൽ വിവേചിച്ചറിയുവാനുള്ള ശേഷി നിങ്ങൾക്കവൻ പ്രദാനം ചെയ്യും. തഖ്വയുണ്ടെങ്കിൽ ഏതാണ് ശരി, ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഇത് വേർതിരിച്ചറിയുവാനുള്ള ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. ആര് പറയുന്നതാ ശരി, ആര് പറയുന്നതാ ശരി? തഖ്വയുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന അല്ലാഹു തആല പറയുന്നത്. ും സയ്യിആതിക്കും, നിങ്ങളുടെ ദോഷങ്ങളെ അല്ലാഹു തആല മായ്ച്ചു കളയും, മറച്ചു കളയും. ഒരുപാട് ദൂഷ്യങ്ങൾ, ഒരുപാട് ദുഷിച്ച പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ അല്ലാഹു തആല മറച്ചു കളയും, ജനങ്ങളെ മുന്നിൽ കൊണ്ടുവരില്ല. യഗ്ഫിർലക്കും, നിങ്ങളുടെ ദോഷങ്ങൾ പൂർത്തീകരിക്കും ചെയ്യും. രണ്ടുമുണ്ട് വിഷയം. ഇന്ന് നമ്മൾ അറിയാതെ മറ്റോ അല്ലെങ്കിൽ മനുഷ്യ സഹജമായോ വല്ല തെറ്റുകളും സംഭവിച്ചു പോയാൽ അത് ജനങ്ങൾ അറിയാതിരിക്കുക എന്നത് വലിയൊരു വിഷയം തന്നെയാണ്. അറിയാതിരിക്കണം. അവനവന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകും. മനുഷ്യനല്ലേ, മനുഷ്യ സഹജമായ പല തെറ്റുകളും ഉണ്ടായേക്കാം. അത് ജനങ്ങൾ അറിഞ്ഞാൽ അവന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അത് മറച്ചു വെക്കും എന്ന് യുകഫിറൻകും സയ്യിആതിക്കും എന്നതിനർത്ഥം പറയാം. യഗ്ഫിർലക്കും, അത് അല്ലാഹു തആല പുറത്തു തരുകയും ചെയ്യും. മനുഷ്യന്മാർക്കൊക്കെ മറച്ചു വെക്കാന്ന് മാത്രമല്ല, അല്ലാഹു തആല പുറത്തു തരികയും ചെയ്യും. അല്ലാഹു തആല വലിയ ഔദാര്യവാനാണല്ലോ. നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പൊ അല്ലാഹുക്ക് എന്താ കിട്ടാൻ പോകുന്നു? നമുക്ക് വേറെ അഭിമാനം ഉണ്ട് എന്ന് കരുതിയിട്ടും അല്ലാഹു തആലക്ക് എന്താ കിട്ടാൻ പോകുന്നത്? രണ്ടുമില്ല. അപ്പൊ അല്ലാഹു തആല വലിയ ഔദാര്യവാനാണ്. അല്ലാഹു തആല വലിയ ഔദാര്യവാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തഖ്വയുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ്. നമ്മളെ വശരാക്കാതെ നമ്മുടെ ഇസ്സത്ത് നിലനിർത്തി തരുന്നതാണ്. തഖ്വ വേണം, അല്ലാഹുവിന്റെ ഭയം വേണം, പേടി വേണം. വഅമ്മൽ അഹാദീസു, ഹദീസിന്റെ റിയാദുസ് സാലിഹീൻ ഉണ്ട് ആരുടെയും കയ്യിൽ? അല്ല, തിരുവമ്പാട് ഇവിടെ കിതാബൊക്കെ വാങ്ങിച്ചെന്നൊക്കെ പറയുന്ന കെട്ടി എവിടെ പോയെന്നാണ്. വഅമ്മൽ അഹാദീസു, ഹദീസുകൾ. فالأول عن أبي هريرة رضي الله تعالى عنه, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടാ. ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഖീല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൻ അക്രമുൻ നാസ്, മൻ അക്രമുൻ നാസ്, ജനങ്ങളിൽ ആദരണീയനാരാണ് നബിയെ? ജനങ്ങളിൽ ഏറ്റവും വലിയ ആദരണീയൻ ആരാണ്? അക്രം. എന്താ അക്രമിനർത്ഥം? അക്രമം അല്ല, അക്രം, അക്രമു, കറമു. എന്താണ് അതിന്റെ വായന? ഒരുപാട് നന്മയുടെ ഉടമ, ഒരുപാട് നന്മയുടെ ഉടമ. അതാരാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്ഖാഹും, അതിൽ വെച്ച് ഏറ്റവും തഖ്വയുള്ള ആൾ തന്നെയാണ് ഒരുപാട് നന്മയുടെ ഉടമ. അപ്പോ ഒരാൾ മുത്തഖിയാണ് എങ്കിൽ, തഖ്വയുള്ളവനാണെങ്കിൽ ദുനിയാവിൽ അയാൾ ഒരുപാട് നന്മയുടെ ഉടമസ്ഥനായിരിക്കും. ആഖിറത്തിൽ ഉയർന്ന പദവിയും അയാൾക്ക് ലഭിക്കും. فإن من كان متقيا كان كثير الخير في الدنيا صاحب الدرجات العليا في الآخرة. ദുനിയാവിൽ ഒരുപാട് നന്മയുടെ ഉടമയായിരിക്കുകയാൽ ആഖിറത്തിലെ ഉന്നതമായ പദവിയുടെ ഉടമസ്ഥനുമായിരിക്കും. അവനാണ്
ജനങ്ങളിൽ വെച്ച് ഏറ്റവും അക്രമമായ ആള്, ആദരണീയനായ ആള് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫഖാൽ, അപ്പോ ചോദ്യകർത്താക്കൾ പറഞ്ഞു, ലൈസ അൻ ഹാദാ നസ്അലുക, ഇതിനെക്കുറിച്ചല്ല നമ്മൾ ചോദിച്ചത്, ഇതിനെക്കുറിച്ചല്ല നമ്മൾ ചോദിച്ചത്. ഫഖാലു ലൈസ അൻ ഹാദാ, ഈ ആദരണീയതയുണ്ടല്ലോ അതിനെ സംബന്ധിച്ചല്ല ചോദിച്ചത്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ആദരണീയനാരാണ് ചോദിച്ചത് അല്ലേ? യൂസുഫു നബിയുല്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു ഖലീലില്ലാഹ് അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം. അയ്യോ, അല്ലാലോ ഇബ്രാഹിം നബിയുടെ മകൻ, ഇസ്ഹാഖ് നബിയുടെ മകൻ, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം. ഇവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ആദരണീയൻ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലേ? അതെന്താ? ഒരുപാട് സവിശേഷത ഉള്ള ആളാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒന്ന്, 4 തലമുറ, ഉപ്പയും ഉപ്പാന്റെ ഉപ്പയും അവരുടെ ഉപ്പയും പ്രവാചകനാണ്. പിന്നെ വേറെന്താ ആദരവാ പിന്നെ വേണ്ടത്? അതേപോലെ ഒരുപാട് സ്വപ്നവ്യാഖ്യാനങ്ങൾ എത്ര ഇടങ്ങേറായ സ്വപ്നങ്ങൾ ആണെങ്കിലും ശരി, ഒരിക്കലാണെങ്കിൽ ശരി, എന്തായാലും ശരി, അതിലൊക്കെ തഅ്ബീർ, വിശകലനം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാമായിരുന്നു. ദുനിയാവിൽ തന്നെ ഭരണം കൈയാളിയ രാജാവിന്റെ സ്ഥാനത്തെത്തിയ ആളായിരുന്നു. ഒരുപാട് വിശേഷണങ്ങളുടെ ആളാ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിൽ നമ്മൾ മാതൃകയാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷമുണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ. നമ്മൾ മാതൃകയാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിശേഷം എന്താണത്? അത് മറ്റൊന്നുമല്ല, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്തു ചെയ്തു? സഹോദരങ്ങൾ അങ്ങേയറ്റത്തെ പീഡനത്തിനിരയാക്കി, വല്ലാതെ ക്രൂശിച്ചു. അതിന്റെ പേരിലാണല്ലോ കിണറ്റിലെ എറിയപ്പെട്ടതും ജയിലിൽ കിടക്കേണ്ടി വന്നതും എല്ലാം ഈ സഹോദരങ്ങളുടെ പീഡനത്തിന്റെ കാരണമായിട്ടായിരുന്നു. അതിന്റെ പിന്നാലെ വന്ന വിഷയങ്ങളാണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. പക്ഷെ അതിൽ നമുക്കുള്ള മാതൃക, പ്രധാനപ്പെട്ട ഒരു മാതൃകയുണ്ട്. എന്താണത്? ഇങ്ങനെ ഇത്രയും വലിയ പീഡനത്തിനിരയായ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം മിസ്റിന്റെ അധികാരം കിട്ടിയപ്പോൾ തന്റെ ഉമ്മയെയും ഉപ്പയെയും അവിടെ എത്തിച്ച് തന്നെ ക്രൂര പീഡനത്തിനിരയാക്കിയ സഹോദരങ്ങൾ സാന്നിധ്യത്തിലുണ്ട്. എന്ത് തീരുമാനമെടുത്താലും ആരും ചോദിക്കുകയില്ല. അത്രയും വലിയ അധികാര സ്ഥാനത്താണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്. അപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഇല്ല, നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ കാരുണ്യരിൽ കാരുണ്യവാനാണ്, അങ്ങേയറ്റത്തെ റഹ്മത്ത് ചെയ്യുന്നവനാണവൻ, നിങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു തരട്ടെ. എത്ര വലിയ ക്രൂരമായ പീഡനമായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ അവർ ചെയ്തത്. പക്ഷേ അവിടെ പകവച്ചില്ല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മളോ
എന്തായാലും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ ചെയ്ത ആ പീഡനത്തിന്റെ ഒരംശം പോലും ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മോട് ചെയ്തിട്ടുണ്ടാവുകയില്ല. എന്നാൽ അങ്ങനത്തെ എന്റെ സഹോദരങ്ങളോട് ഞാൻ വർഷങ്ങളായി, മാസങ്ങളായി, അല്ലെങ്കിൽ ദിവസങ്ങളായി സംസാരിക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല, അവരുടെ കാര്യങ്ങളിൽ ചിന്തിക്കാറില്ല എന്ന് പറയുമ്പോൾ, ഒരു വഴിയിലൂടെ അവർ വരുന്നുണ്ടെങ്കിൽ മറുവഴിയെ തേടി അന്വേഷിച്ചു പോകുന്നെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ സ്വർഗത്തിൽ പോവാനാണോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? നടക്കൂല. അപ്പൊ വലിയൊരു മാതൃകയാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. കണ്ടോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ആദരണീയ പുരുഷനായി നമുക്ക് പരിചയപ്പെടുത്തി തന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദരണീയനായത് വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടാണ്. എല്ലാറ്റിനും പ്രതികാരം ചെയ്തിട്ടല്ല. എന്റെ മകന്റെ കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ ആ വരാത്ത ആളുടെ മകന്റെയും മകളുടെയും കല്യാണത്തിന് ഞാൻ പോകില്ല. ഒന്ന് ഡബിളാ. മകന്റെയും മകളുടെയും കല്യാണത്തിന് ഞാൻ പോകില്ല. കാരണം എന്താ? എന്റെ വീട്ടിലത്തെ എന്റെ മകന്റെ കല്യാണത്തിന് വന്നില്ലല്ലോ, അല്ല എന്റെ വീട്ടിൽ കൂടുതൽ വന്നില്ലല്ലോ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇല്ല. ആദരവിന്റെ കാരണമല്ല. വിളിക്കേണ്ട കോലത്തിൽ വിളിച്ചില്ല. അതെന്താ? ഇനി അവിടുത്തെ കല്യാണത്തിന് ആചാരങ്ങളുടെ കല്യാണത്തിന് നിന്നെ കണ്ടില്ലല്ലോ. അങ്ങനെ കല്യാണത്തിന് വിളിക്കൽ വിളി ശരിയായില്ല അല്ലേ? എവിടെ നമുക്ക് എന്നിട്ട് ആദരണീയനാവാൻ വല്ലാത്ത താല്പര്യം നടക്കൂല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ ആദരണീയൻ ആരാണെന്നാണോ ചോദ്യം എങ്കിൽ അത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഖാലൂ, അപ്പോൾ അവർ വീണ്ടും ചോദിക്കുന്നു, ലൈസ അൻ ഹാദാ നസ്അലുക, അതുമല്ല നബിയെ നമ്മൾ ചോദിച്ചത്, അതുമല്ല നമ്മൾ ചോദിച്ചത്. പിന്നെ അതിനെ സംബന്ധിച്ച എന്നാ പിന്നെ അറബി തസ്അലൂനി, നിങ്ങൾ ചോദിക്കുന്നത് അറബികളുടെ സ്രോതസ്സിനെ സംബന്ധിച്ചാണല്ലേ, അറബികളുടെ അവരുടെ ഗുണത്തെ സംബന്ധിച്ചായിരിക്കും അല്ലേ? അത് ശരി. അങ്ങനെയാണെങ്കിൽ ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാമി ഇദാ ഫഖഹു. ഖിയാറുഹും. സോണ്ട് പറഞ്ഞോ? സോണ്ട് ഞാൻ കുറച്ചിട്ടാ, ഞാൻ സോണ്ട് കുറച്ച് പറയുന്നതുകൊണ്ടായിരിക്കും അല്ലേ? സോണ്ട് കുറവുണ്ടാവില്ല. പിന്നെ ഖിയാറുഹും ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഉത്തമന്മാർ അഥവാ ആദരണീയർ, അത് ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി, ജാഹിലിയ്യത്തിൽ ഉത്തമന്മാരായ ആളുകളുണ്ടല്ലോ, അവർ ഉന്നതന്മാരായാൽ അവർ ഇസ്ലാമിൽ വന്നാലും അവർ ഉന്നതന്മാർ തന്നെയാണ്. ഇത് ജാഹിലിയ്യത്ത് എന്നുള്ളത്, ജാഹിലിയ്യത്ത് എന്നുള്ളത് ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിന് മുമ്പുള്ള അവസ്ഥയെ സംബന്ധിച്ചാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. അതെന്നാൽ അങ്ങനെ ജാഹിലിയ കാലഘട്ടം എന്ന് പേര് വന്നത് പോലെ ഒടുക്കത്തെ ജഹാലത്ത് കൊണ്ടല്ലേ. അവരെ അങ്ങേറ്റത്തെ വിവരക്കേടിന്റെ കടുകടുപ്പം കൊണ്ടാണ് ജാഹിലിയ കാലഘട്ടം എന്ന പേര് വന്നത്. ആ ജാഹിലിയ കാലഘട്ടത്തിൽ നേതാക്കന്മാരായ ആളുകൾ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നാൽ ഇസ്ലാമിലും അവര് എന്ത് തന്നെയാണ്? ഉന്നതന്മാര് തന്നെയാണ്. പക്ഷെ അവരെ കണ്ടീഷൻ വെച്ചു. അലൈഹി വസല്ലം
ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്താണ്? ഇദാ ഫഖഹു, ഖാഫിലും നമ്മുകൊണ്ട് ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ മതപരമായ വിധിവിലക്കുകളെ സംബന്ധിച്ച് അറിയുന്നവരാണ് എങ്കിൽ അവർ ഇസ്ലാമിലും ഖിയാർ തന്നെയാണ്. ഇദാ ഫഖഹു, ഇദാ ഫഖഹു ഖാഫിലെ കസ്റുകൊണ്ടും പറയാം. പക്ഷേ അങ്ങനെയാണ് അർത്ഥം മാറും. ഫിഖ്ഹ് എന്നുള്ള വായനയല്ല, എന്നാണ് മനസ്സിലാക്കുന്നവരാണെങ്കിൽ, ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്നർത്ഥമൊക്കെ ഉണ്ട്. അതാണ് ഇദാ ഫഖഹു എന്നാണ് ഇവിടെ വായിക്കേണ്ടത്. അപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയ്യ കാലഘട്ടത്തിൽ വലിയ നേതാവാണ്. മഹാനവർ ഇസ്ലാമിൽ വന്നപ്പോഴും നേതാവ് തന്നെ. അപ്പൊ അതാണ്. അപ്പൊ ചുരുക്കത്തിൽ തഖ്വയുണ്ടാവുക എന്നതാണ് ഇക്റാമിന് കാരണം, ആദരവിന് കാരണം. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ആദരവ് ലഭിക്കാനുള്ള കാരണം എന്താണ്? തഖ്വയുണ്ടാവുക എന്നതാണ്. പിന്നെ അബീ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال إن الدنيا حلوة خضرة وإن الله مستخلفكم فيها فينظر كيف تعملون فاتقوا الدنيا واتقوا النساء فإن أول فتنة بني إسرائيل كانت في النساء. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടാണ് റിപ്പോർട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അബൂ സഈദ് റളിയല്ലാഹു എന്ന് പറയുന്നു, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ, നിശ്ചയം ദുനിയാവ് ഹുൽവത്തുൻ നല്ല സ്വീറ്റാണ്, മധുരമുള്ളതാണ്, മധുരകരമായ ഒരു സംഭവമാണ് ദുനിയാവ്. ഖദിറത്തുൻ നല്ല അലങ്കാരമുള്ള, കാണാൻ ചന്തമുള്ള, നല്ല കാണാൻ ചന്തമുള്ള മധുരമുള്ളതാണെന്ന് പറയുമ്പോൾ അത് ടേസ്റ്റ് നോക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമായിരിക്കും. ഖദിറുൻ പച്ച പിടിച്ചതാണെന്ന് പറയുമ്പോൾ അത് കാണാൻ വലിയ താല്പര്യമായിരിക്കും. നല്ല പച്ച പിടിച്ച സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നല്ല റാഹത്തുണ്ടായി ഇങ്ങനെ കാണാൻ. അപ്പൊ മധുരവും പച്ചപ്പും കൂടി സംഗമിച്ചാൽ അതിനോട് ഭയങ്കര താല്പര്യമായിരിക്കും ജനങ്ങൾക്ക്. ഭയങ്കര താല്പര്യമായിരിക്കും. ഈ വാക്കിന് ഒരുപാട് മാനകളുണ്ട്. എന്താണ് മാന? പച്ച പിടിച്ചതാണെന്ന് പറയുമ്പോൾ, മധുരമുള്ളതാണെന്ന് പറയുമ്പോൾ അത് രണ്ടും നീങ്ങിപ്പോകുന്ന സാധനമാണ്. അതിന് ഒരു ദവാമില്ല, ഒരു ബഖായില്ല, എന്നും നിലനിൽക്കുക എന്നൊരു സ്വഭാവം അതിനില്ല. മധുരം കുറച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് പോകും അല്ലേ? എപ്പോഴും ഒരു മധുരം വായന വെച്ചാൽ എപ്പോഴും മധുര അല്ല, അത് കുറച്ചു കഴിയുമ്പോൾ അങ്ങ് പോകും. അതുപോലെ തന്നെ പച്ചപ്പ്, കാണാനുള്ള നല്ല ഹൈറത്തായ നല്ല കാണാൻ എന്തൊരു ചന്തമാണ്, മൊത്തം പച്ചയായതുകൊണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ മാറും. അതെ, അതിനെ ഉണക്കം പിടിച്ച് അതങ്ങ് മാറിപ്പോകും. അപ്പൊ അതാണ് ദുനിയാവ്. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ. നല്ല പച്ച നിറമുള്ളതും കാണാൻ നല്ല സുഖകരവുമാണ് ദുനിയാവ്. പിന്നെയോ വഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല മുസ്തഖലിഫക്കും ഫീഹ, ആ ദുനിയാവിൽ അല്ലാഹു തആല നിങ്ങളെ പ്രതിനിധികളാക്കിയതാണ്. അല്ലാഹു തആല പ്രതിനിധികളാക്കി, ദുനിയാവിലെ ഖലീഫമാരാക്കി.
ഒരു ടീം വരും, പിന്നെ അവർക്ക് പകരം വേറെ ടീം, പിന്നെ അവർക്ക് അങ്ങനെ ടീം, ഇങ്ങനെ മാറി മാറി ചേഞ്ചായി ഇങ്ങനെ വരും. അതെ, എന്നിട്ട് അല്ലാഹു തആല നിങ്ങൾ ഏത് കോലത്തിലാ നിങ്ങളെ എങ്ങനെയാണ് അമൽ ചെയ്യുന്നത്, എന്ത് പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്? ഈ ദുനിയാവിന്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല പാഠവും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ അതിന്റെ അവസാന സാഹചര്യത്തിലേക്കുള്ള ഒരു ചിന്ത എവിടെയാണ് എത്തിപ്പെടുന്നത്? ദുനിയാവ് ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്നതിനെ സംബന്ധിച്ചൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? ഈ ദുനിയാവ്, ഈ നീങ്ങിപ്പോകുന്ന ദുനിയാവ്, ആ പച്ചപ്പുഴ കാണാൻ ചൊറുക്കുള്ള സാധനം, ഏത് സാധനമായാലും ശരി, പെണ്ണായാലും ശരി, കാണാൻ ചൊറുക്കുള്ള സാധനമാണല്ലോ. ആ സാധനം, ആ ചൊറുക്ക് മാറുമല്ലോ, ചൊറുക്ക് മാറുമല്ലോ. റസൂലുള്ളാഹിയുടെ പ്രയോഗം നോക്കിയാ എന്തൊരു മായനുള്ള പ്രയോഗമാണ്. ഫത്തഖുദ്ദുനിയ, ആ ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അതിന് ചൊറുക്ക് കണ്ടിട്ട് നിങ്ങൾ ദുനിയാവുമായി ഇങ്ങനെ കൂടേണ്ടതില്ലേ? അങ്ങനെ ചെറുക്കുള്ള സാധനം വേറെയുമുണ്ട്. അങ്ങനെ ചെറുക്കുള്ള സാധനം വേറെയുമുണ്ട്. ഏതാണ് ആ വേറെയുമുള്ള സാധനം? ഫത്തഖുൻ നിസാ. നല്ല ഹരിതമായ കാണാൻ ചെറുക്കുള്ള ദുനിയാവ്, അതിന് പിന്നാലെ നിങ്ങൾ കൂടുന്നു, അതിങ്ങനെ സമ്പാദിച്ചെടുക്കണം. അപ്പോൾ അല്ലാഹുവിനെയും തഖ്വയെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോകുന്നു. അങ്ങനെ ആവരുത്. ആ ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിച്ചോ. ആ ദുനിയാവിൽ തന്നെ ചെറുക്കുള്ള വേറെയും സാധനമുണ്ട്. ആ സാധനം നിസാ ആണ്. വത്തഖുൻ നിസാ, സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിച്ചോ. അത് തഖ്വ പറയുന്നത് എന്താ? പെണ്ണുങ്ങളെ ആവശ്യം. ദുനിയവിയായ ഫിത്ന, ദുനിയാവിലുള്ള ഫിത്ന, ആ ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണം. അതിനെ വല്ലാതെ ആഗ്രഹിച്ച് അതിന് പിന്നാലെ നിങ്ങൾ പോകരുത്. ആ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കുന്നതാണ്. വളരെ നിസ്സാരമായ സാധനമാണ് ആ ദുനിയാവിനോടുള്ള നിങ്ങളുടെ ആർത്തി. അല്ലാഹുവിന്റെ കൽപ്പന നിങ്ങൾ ശിരസാ വഹിക്കുന്നതിനെ തൊട്ട് നിങ്ങളെ അത് മാറ്റി നിർത്തിക്കളയും. അതേപോലെ നമ്മെ ഫിത്നയാക്കുന്ന മറ്റൊരു വസ്തുവാണ് സ്ത്രീകളെന്നുള്ളത്. ആ സ്ത്രീകളെ കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഫിത്നയാകും. ചില ആളുകളുണ്ട്, കല്യാണം കഴിച്ചാൽ പിന്നെ വല്ലാതെ ഫിത്നയിൽ അകപ്പെടുന്നു. എങ്ങനെയാണ് ഈ ഫിത്നയിൽ അകപ്പെടുന്നത്? അവളുമായുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കാരണം, അവളോടുള്ള, സ്ത്രീകളോടുള്ള മഹബത്ത്, അത് വല്ലാതെ ആയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ബാധ്യതകൾ നിർവഹിക്കുന്നതിനെ തൊട്ട്, അല്ലാഹുവിന്റെ ബാധ്യതകൾ, അല്ലാഹുവിന് ചെയ്തു തീർക്കാനുള്ള ഹക്കുകൾ അത് നിർവഹിക്കുന്നതിനെ തൊട്ട് സ്ത്രീകൾ തടയപ്പെടുന്നവരുണ്ട്, തടയുന്നവരുണ്ട്. സ്ത്രീ കാരണം, കെട്ടിയ പെണ്ണ് കാരണം അല്ലാഹുവിന്റെ ഹക്ക് മറന്നു പോകുന്നവരുണ്ട്. കെട്ടിയ പെണ്ണ് കാരണം ഉമ്മയുടെ ഹക്ക് മറന്നു പോകുന്നവരുണ്ട്. കെട്ടിയ പെണ്ണ് കാരണം പിതാവിന്റെ ഹക്കുകൾ മറന്നു പോകുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫത്തഖുൻ നിസാ, നിസാഇനെയും നിങ്ങൾ സൂക്ഷിച്ചോളൂ, സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിച്ചോളൂ. ഫഇന്ന അവ്വല ഫിത്നത്തി ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിൽ ആദ്യമുണ്ടായ ഫിത്ന അത് കാനത്ത് ഫിൻ നിസാ, അത് നിസാ, സ്ത്രീകൾ കാരണമായിരുന്നു. സ്ത്രീകൾ കാരണമായിരുന്നു. ഹാറൂത്ത് മാറൂത്ത് സംഭവം, അതേപോലെ പൂച്ചയുടെ വിഷയത്തിൽ ശിക്ഷിക്കപ്പെട്ട സംഭവം, ഇങ്ങനെ പലതും സ്ത്രീകൾ കാരണമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ബനു ഇസ്രായേലിൽപ്പെട്ട വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു, ബൽഅബ് ബിൻ മഅൂറ എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യനും ഹലാക്കായി പോയത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വഴിപ്പെട്ടതിന്റെ പേരിലായിരുന്നു എന്ന് മാത്രമല്ല, സ്ത്രീകൾ കാരണമായി
എത്ര 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 വലിയ വലിയ ഉന്നതന്മാർ നശിച്ചു പോയിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഇജ്ജത്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ മാന്യന്മാരല്ലാതെ ആയിപ്പോയത് സ്ത്രീകൾ കാരണമാണല്ലോ. ആയതിനാൽ നിസാഇനെ നിങ്ങൾ സൂക്ഷിച്ചോ, സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിച്ചോ. വലിയൊരു വിഷയമാണ്. സ്ത്രീകൾ, ആ സ്ത്രീകൾ കാരണം നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആഖിറ മാത്രമല്ല ദുനിയാവ് മാത്രമല്ല ആഖിറവും രണ്ടും നഷ്ടപ്പെടും. അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ദുനിയാവിന്റെ പിന്നാലെ ഓടിപ്പോകരുത്. الثالث عن ابن مسعود رضي الله عنه أن النبي صلى الله عليه وسلم كان يقول اللهم إني أسألك الهدى والتقى والعفاف والغنى. അതിനാൽ ദുനിയവിയായ ഫിത്നയും സ്ത്രീകളുടെ ഫിത്നയും അതിലൊക്കെ അകപ്പെട്ടു പോകും. അതിനൊക്കെ സംരക്ഷണം വേണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിന് മരുന്ന് പറഞ്ഞു തരുന്നു. അതിന് മരുന്ന് പറഞ്ഞു തരുന്നു. എന്താണ് മരുന്ന്? വസ്അലുൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. اللهم إني أسألك الهدى والتقى والعفاف والغنى. അത് ദുആ ചെയ്യണം. എന്താണ് അർത്ഥം? അല്ലാഹുമ്മ പടച്ചവനെ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദ, സന്മാർഗത്തെ ചോദിക്കുന്നു. പിന്നെയോ വത്തുഖ, തഖ്വയെയും ഭക്തിയെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വൽ അഫാഫ, പരിശുദ്ധിയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വൽ ഗിനാ, ഐശ്വര്യത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. പരിശുദ്ധി, ഹുദ വേണം, തഖ്വ വേണം, അഫാഫ് വേണം, പരിശുദ്ധി വേണം. അത് എവിടത്തേക്കുള്ള സൂചനയാ? സ്ത്രീകൾ ഫിത്നയാക്കുന്നതിനെ തൊട്ടുള്ള സൂചനയാ അഫാഫ്. ആ ഫിത്നയിൽ നിന്നുള്ള പരിശുദ്ധി അതിനെ ചോദിക്കണം. വൽ ഐശ്വര്യവും വേണം. കാദൽ ഫഖർ അയ്യക്കൂന കുഫ്റ, ദാരിദ്ര്യം കുഫറിനോട് അടുത്തായിപ്പോയി. കുഫറിലേക്ക് അടുപ്പിക്കുന്ന വിഷയമായിരിക്കും ചിലപ്പോൾ ദാരിദ്ര്യം. അതുകൊണ്ട് തന്നെ ഐശ്വര്യം വേണം. ആ ഐശ്വര്യത്തെ ചോദിക്കാൻ വേണ്ടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു. അതേപോലെ ഐശ്വര്യം ഉണ്ടായതിനു ശേഷം ദാരിദ്ര്യത്തിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ച് കാവലിനെ തേടാനും റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. വമിൻ ഫഖരിൻ ബഅദ ഗിനൻ, ഐശ്വര്യമുണ്ട്, അത്യാവശ്യം തിരക്കേടില്ലാത്ത ജീവിതമാണ്, അത്യാവശ്യം തിരക്കേടില്ലാത്ത ബിസിനസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെയുണ്ട്. അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം പിന്നെ അവർക്ക് കച്ചവടമില്ല, ഒന്നുമില്ല. അവൻ വല്ലാത്ത വടങ്ങാറിലായി ദാരിദ്ര്യത്തിന്റെ അങ്ങേ തലയിൽ ആവിയിലേക്ക് അവൻ കൂപ്പൂത്തിപ്പോയി, എല്ലാം നശിച്ച് ദരിദ്രനായിപ്പോയി. അങ്ങനെയുള്ളൊരു സാഹചര്യം വരുന്നതിനെ തൊട്ട് നിങ്ങൾ കാവലിനെ തേടണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ, നിന്നോട് ഞാൻ സന്മാർഗത്തെയും ഭയഭക്തിയെയും പരിശുദ്ധിയെയും ഐശ്വര്യത്തെയും ചോദിക്കുന്നു. വലൈക്കും സലാം. الرابع عن أبي طريف عدي بن حاتم الطائي رضي الله تعالى عنه قال
സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ള പറയുന്നതായി ഞാൻ കേട്ടു, മൻ ഹലഫ അലാ യമീനിൻ ثم رأى أتقى لله منها فليأت التقوى. മൻ ഹലഫ, ആരെങ്കിലും ഒരാൾ സത്യം ചെയ്താൽ, അലാ യമീനിൻ, ഇന്ന കാര്യം ചെയ്യും എന്നതിന്റെ മേൽ ഒരാൾ സത്യം ചെയ്ത് പറഞ്ഞു. എന്നിട്ടോ ثم رأى, പിന്നെ അയാൾക്ക് കാണാൻ കഴിഞ്ഞു, അത്തഖാ ലില്ലാഹി മിൻഹാ, അതിനേക്കാൾ അയാൾ ചെയ്യുമെന്ന് സത്യം ചെയ്ത് പറഞ്ഞ വിഷയത്തേക്കാൾ തഖ്വയുള്ള മറ്റൊരു കാര്യത്തെ അയാൾക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ആ തഖ്വയുള്ള വിഷയം അവൻ കൊണ്ടുവരട്ടെ. അവൻ ആദ്യം സത്യം ചെയ്ത് പറഞ്ഞത് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കുമ്പോൾ ചിലപ്പോൾ അതിന് പ്രായശ്ചിത്യം നൽകേണ്ടി വരും, അത് വേറെ വിഷയം. എന്നിരുന്നാൽ പോലും പ്രായശ്ചിത്യം കഫാറത്ത് നൽകേണ്ടി വന്നാൽ പോലും അവൻ എന്ത് ചെയ്യരുത്, അതിനേക്കാൾ തഖ്വയുള്ള വിഷയം കണ്ടാൽ ആ തഖ്വയുള്ള വിഷയമാണ് അവൻ ചെയ്യേണ്ടത്, ആദ്യത്തേതല്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരാൾ കള്ളുകുടിക്കാൻ നേർച്ചയാക്കി സത്യം ചെയ്ത് ഞാൻ കള്ളുകുടിക്കുമെന്ന്, അത് അല്ലാഹു തആല വിരോധിച്ച കാര്യമല്ലേ. എന്നാൽ സത്യം ചെയ്തു പോയല്ലോ, ഇനിയിപ്പം കുടിക്കാതിരിക്കൽ എങ്ങനെ? അത് പറ്റില്ല. അയാൾ സത്യം ചെയ്താൽ അതിനുള്ള പ്രായശ്ചിത്യം നൽകുക. പക്ഷേ ഈ കള്ളുകുടി ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹു അനുവദിച്ചത് മാത്രമേ കുടിക്കാൻ പറ്റുകയുള്ളൂ. അതാ ഫൽയഅതി തഖ്വാ. ഉദാഹരണം. പിന്നെ الخامس عن أبي أمامة سدي بن عجلان الباهلي رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടു, യഖ്തുബു, ഖുതുബ ഓതുന്നതായി ഞാൻ കേട്ടു, ഫീ ഹജ്ജത്തുൽ വദാഇൽ വെച്ച്. ഫഖാല, ആ ഖുതുബയിൽ റസൂലുള്ളാഹി പറയുന്നു, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, വസ്വല്ലു ഖംസകും, 5 നേരത്തെ നിസ്കാരം നിങ്ങൾ നിർവഹിക്കുക, വസൂമു ശഹറകും, നിങ്ങളുടെ നോമ്പ് മാസമുണ്ടല്ലോ ആ മാസത്തിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക, വഅദ്ദു സകാത അംവാലികും, നിങ്ങളുടെ മുതലിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടുക, വഅതീഉ ഉമറാഅകും, നിങ്ങളുടെ ഭരണകർത്താക്കളെ നിങ്ങൾ വഴിപ്പെടുക, അനുസരിക്കുക. ഭരണകർത്താക്കൾക്കെതിരെ പ്രവർത്തിക്കാനല്ല പഠിപ്പിക്കുന്നത്, ഭരണകർത്താക്കൾക്ക് നിങ്ങൾ അനുസരിക്കണം. ഭരണകർത്താക്കൾ അല്ലാഹുവിന് എതിരെ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളിൽ അല്ലാഹുവിന് എതിരെ പ്രവർത്തിക്കുന്ന വിഷയമല്ലാത്ത വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നിങ്ങൾ വഴിപ്പെടേണ്ടി വരും. ഉമറാഅക്കും, ഭരണകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. എന്നാൽ തദ്ഖുലൂ ജന്നത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. അപ്പൊ തഖ്വ എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രക്ഷപ്പെടാനുള്ള, എല്ലാ നിലയിലും രക്ഷപ്പെടാനുള്ള മാർഗം. കുടുംബത്തിലുണ്ടാകുന്ന പൊട്ടലുകളും ചീറ്റലുകളും എല്ലാം അതിൽ നിന്നൊക്കെ മോചനം നേടാനുള്ള മാർഗം അവിടെയൊക്കെ തഖ്വയാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇതാണ് മഹാനായ ഇമാം നവവി തങ്ങൾ ഈ ബാബു തഖ്വ, ബാബുൻ ഫി തഖ്വ എന്ന ഹെഡിങ് ഇട്ടുകൊണ്ട് ഒരു പ്രത്യേകമായ അധ്യായം തന്നെ കൊണ്ടുവന്നത്. നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ വിജയത്തിന് കാരണം തഖ്വയാണ് എന്ന് പഠിപ്പിക്കാനാണ്. اللهم إني دعاء ഒന്നുകൂടി പറയണം. اللهم إني أسألك الهدى والتقى والعفاف والغنى. മനസ്സിലായില്ലേ? اللهم إني أسألك الهدى والتقى والعفاف والغنى. إن شاء الله.
ഇൻഷാ അല്ലാഹ് അവിടെ നിർത്തുകയാണ്. ആ അധ്യായം കഴിഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രമിച്ചതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് ഏതാനും ഹദീസുകളാണ് വിശദീകരിച്ചത്. മഹാനായ ഇമാം നവവി തങ്ങൾ ക്രോഡീകരിച്ച റിയാദു സ്വാലിഹീനിൽ നിന്നാണ് വിശദീകരിച്ചത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആ ഹദീസ് ഉദ്ധരിച്ച റിപ്പോർട്ടർമാർ വലിയ മഹാന്മാർ, അവരുടെ കൂടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മഹാനായ ഇമാം നവവി തങ്ങളുടെ കൂടെ നാളെ അവന്റെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഇൽമു കൊണ്ടും അവരുടെ തഖ്വ കൊണ്ടും എല്ലാം നമുക്ക് അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം നൽകുമാറാവട്ടെ. നമുക്ക് അല്ലാഹു തആല നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ദുആവസിയത്തോടെ തൽക്കാലം ഞാൻ നടത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.